ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഞാനിവിടെ ചോപ്പറിലിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചുമന്നുള്ളിയാണ് കേട്ടോ. ചുമന്നുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ്. കുറച്ച് എടുക്കുന്നത് നിങ്ങൾ ബീട്രൂട്ട് എടുക്കുന്നതിനനുസരിച്ചിട്ട് ചുമന്നുള്ളി എടുക്കുക. അതൊന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് മുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം. ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക കേട്ടോ. തേങ്ങയും മുളക് പൊടിയും ഉള്ളിയും എല്ലാം കൂടെ ആ ഒരു ബീട്രൂട്ടിൽ നിൽക്കുന്ന രീതിയിൽ അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കുക. അതിനുശേഷം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ടാണ് നന്നായിട്ട് വെന്ത് കിട്ടണം. അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല, വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് നല്ലോണം വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഒരു മുളകൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.